വി കെ പ്രശാന്ത് എംഎൽഎയോട് ശാസ്തമംഗലത്തെ എംഎൽഎ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ട് ബിജെപി കൗൺസിലർ ആർ ശ്രീലേഖ. കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് എംഎൽഎ ഓഫീസ് നിലവിൽ പ്രവർത്തിക്കുന്നത്. കെട്ടിടം ഒഴിയാൻ കഴിയില്ല എന്നും വാടക കരാർ അടുത്ത വർഷം മാർച്ച് വരെയുണ്ടെന്നും വി കെ പ്രശാന്ത് എംഎൽഎ മറുപടി പറഞ്ഞു. രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ശ്രീലേഖ IPS അവർ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ശരി തന്നെ, പക്ഷേ നാളുകളായി പ്രവർത്തിച്ചു വരുന്ന എംഎൽഎ ഓഫീസ് ഒഴിയണമെന്ന് പ്രശാന്തിനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു എംഎൽഎയുടെ മറുപടി? എന്തായാലും വട്ടിയൂർക്കാവ് MLA വി കെ പ്രശാന്തിനോടാണ് ശാസ്തമംഗലത്ത് പ്രവർത്തിക്കുന്ന MLA ഓഫീസിൽ നിന്ന് ഒഴിയണമെന്ന് ആർ ശ്രീലേഖ നിലവിൽ BJP കൗൺസിലറാണ് ആവശ്യപ്പെടുന്നത്. അതായത് ഈ പറയുന്ന പ്രദേശത്ത് ആണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ശാസ്തമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ താഴ്ത്ത നിലയിലാണ് MLA ഓഫീസും അതിനോട് ചേർന്ന് തന്നെയാണ് കൗൺസിലറുടെ ഓഫീസും ഉള്ളത്. ആർ ശ്രീലേഖ ഫോണിൽ വിളിച്ചാണ് വി കെ പ്രശാന്തിനോട് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. അതായത് ആ പ്രവർത്തനങ്ങളുടെ സൗകര്യത്തിനായി രാഹുലുമായിട്ടുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ വരുന്ന നിർണായകമായിട്ടുള്ള വിവരമാണ്, വി കെ പ്രശാന്ത് MLAയോട് ശാസ്തമംഗലത്തെ MLA ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് BJP കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആർ ശ്രീലേഖ. ഇനിയിപ്പോൾ ഓഫീസിന്റെ പേരിൽ MLAയും കൗൺസിലറും തമ്മിൽ ഒരു പോരിലേക്ക് കടക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും MLA ഓഫീസ് ഒഴിയാൻ കഴിയില്ല എന്നുള്ളതും ഒപ്പം കെട്ടിടം ഒഴിയാൻ കഴിയില്ല, വാടക കരാർ അടുത്ത വർഷം മാർച്ച് വരെയുണ്ട് എന്നുമാണ് ശ്രീലേഖയ്ക്ക് വി കെ പ്രശാന്ത് MLA മറുപടി നൽകിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശ്രീലേഖ IPS കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഈ കൗൺസിലർ ഓഫീസ് പുതുതായി പണിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ട് സമീപത്തുള്ള MLA ഓഫീസ് ഒഴിയണമെന്ന് ഇപ്പോൾ വി കെ പ്രശാന്ത് MLAയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് വി കെ പ്രശാന്ത് MLA നിരസിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. രാഹുൽ തുടരുന്നുണ്ട്. രാഹുൽ, ഇതിപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു പോരിലേക്ക് കടക്കുന്നു എന്നുള്ള രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഇതിപ്പോൾ ആദ്യഘട്ട ആശയവിനിമയം മാത്രമാണ് നടന്നിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഫോണിൽ വിളിച്ച് BJP കൗൺസിലർ ആർ ശ്രീലേഖ വട്ടിയൂർക്കാവ് MLA വി കെ പ്രശാന്തിനോട് ഈ കെട്ടിടം ഒഴിയണമെന്ന് പറയുന്നത്. MLA ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം അത് ഇത്തരത്തിൽ ശാസ്തമംഗലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതേ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് കൗൺസിലറുടെ ഓഫീസും സ്ഥിതി ചെയ്യുന്നത്. രണ്ടും താഴത്തെ നിലയിൽ രണ്ട് ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുകയാണ്. അപ്പോൾ ഈ കൗൺസിലർ ഓഫീസിന്റെ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി MLA ഓഫീസ് ഒഴിയണം, അതിന്റെ പ്രവർത്തനം സുഗമമാക്കാൻ MLA ഓഫീസിന്റെ ആ ഭാഗം കൂടി വേണം എന്ന തരത്തിലാണ് ഇപ്പോൾ ആർ ശ്രീലേഖ വി കെ പ്രശാന്തിനോട് വിളിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ MLA ഇത് ഒഴിയാൻ കഴിയില്ല, വാടക കരാർ അടുത്ത മാർച്ച് വരെ നിലനിൽക്കുന്നതാണ്, അതുകൊണ്ട് യാതൊരു കാരണവശാലും ഒഴിയാൻ കഴിയില്ല. വർഷങ്ങളായി ഇത്തരത്തിൽ MLA ഓഫീസും കൗൺസിലർ ഓഫീസും താഴ്ന്ന നിലയിൽ തന്നെ പ്രവർത്തിച്ചു പോരുകയാണെന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെ ഒഴിയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശയവിനിമയം അവസാനിപ്പിച്ചത്. സാങ്കേതികമായി വാടക കരാർ നിലനിൽക്കുന്നത് കൊണ്ടും വർഷങ്ങളായി ഇത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത് കൊണ്ടും കൗൺസിലർക്ക് അത്തരമൊരു ആവശ്യം ഉന്നയിക്കാൻ കഴിയുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ്. എന്തായാലും MLA ഈ കെട്ടിടം ഒഴിയാൻ കഴിയില്ല എന്ന നിലപാട് ഫോൺ കോളിലൂടെയാണ് ആർ ശ്രീലേഖ ഈ ആവശ്യം വി കെ പ്രശാന്ത് MLAയോട് ഉന്നയിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഈ ആവശ്യം നിരസിക്കുകയും ഇത്തരത്തിൽ ഒഴിയാൻ കഴിയില്ല എന്ന് MLA പറയുകയും ചെയ്തു. ആ ഘട്ടത്തിൽ തന്നെ ആശയവിനിമയം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നു, ഓഫീസ് വിപുലപ്പെടുത്താൻ തരത്തിൽ ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് സാങ്കേതികമായി കൗൺസിലർക്ക് അത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാൻ കഴിയുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അത് കഴിയില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ വി കെ പ്രശാന്ത് ഉള്ളത്. ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായി ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ചർച്ചയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള വിഷയമായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. സാങ്കേതികമായി ഇത്തരത്തിൽ MLA ഓഫീസ് ഒഴിയാൻ പറയുക എന്നുള്ളത് അങ്ങനെ ഒഴിയാൻ പറയാനുള്ള അവകാശം അല്ലെങ്കിൽ ആ തരത്തിൽ അവരാവശ്യപ്പെടാനുള്ള കാര്യമുണ്ട് എന്നുള്ളത് ഇല്ല എന്നാണ് MLA പറയുന്നത്. കാരണം ഇത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. എന്തായാലും ഇക്കാര്യങ്ങൾ ഇരുകൂട്ടരും ഈ ആവശ്യവുമായി ഭിന്ന അഭിപ്രായങ്ങളുമായി ഈ വിഷയത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇതൊരു തർക്കത്തിലേക്ക് പോകാനാണ് സാധ്യതയുള്ളത്. അതെ, അത് തന്നെയാണ് ഉയരുന്ന ചോദ്യം. ഒരു കൗൺസിലർക്ക് എങ്ങനെയാണ് MLAയോട് MLA ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെടാൻ കഴിയുക? അത് മാത്രമല്ല, ഈ വാടക കരാർ മാർച്ച് വരെയുള്ളപ്പോൾ ഒഴിയാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ള തുറന്നടിച്ചുള്ള മറുപടി തന്നെ വി കെ പ്രശാന്ത് ആർ ശ്രീലേഖ കൗൺസിലർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാഹുലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.